ഞങ്ങളിന്റെ കൂടെ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ഖുർആൻ മുഹാജിരീങ്ങളോട് തുടരാനാ പറഞ്ഞത്. മുഹാജിർ എന്നതിന്റെ സാങ്കേതികത്വത്തിൽ ആരില്ല? ഖദീജയില്ല. അതിന്റെ പറയാനും ഖദീജ രഹസ്യമാണ്. ഖദീജ രഹസ്യമാണ്. ഇനി മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? ഈ മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, അവന് താബിഈങ്ങളാണ്. ആർക്ക്? ഖദീജക്ക് റളിയല്ലാഹു അൻഹ. പരസ്യത്തിൽ നിന്ന് എല്ലാവരും രഹസ്യത്തെ കണ്ടെത്തുകയില്ല. രഹസ്യത്തെ കണ്ടെത്തണമെങ്കിൽ അകക്കാമ്പുള്ളവനെ കഴിയൂ. ഇപ്പറയപ്പെട്ട മുഹാജിരീങ്ങൾ പോലും ഖദീജയിലേക്ക് ചേർത്താൽ ഒന്നുമല്ല, അൻസാരിങ്ങളും ഒന്നുമല്ല. എന്തുകൊണ്ട്? അൻസാരിങ്ങൾ ഒരുപാട് ആളുണ്ടല്ലോ മദീനയിൽ. മദീനയിലാകട്ടെ അന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യവും ഉണ്ട്. എന്നാൽ ആയിരക്കണക്കായ അൻസാരിങ്ങൾ ചെയ്ത പണി, ആയിരക്കണക്കായ മുഹാജിരീങ്ങൾ ചെയ്യുന്ന പണിയും ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ഒരു ഘട്ടത്തിൽ. ആര്? ഖദീജ. അപ്പോൾ ഖദീജ എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ സിറാണ്. ഖദീജ തന്നെ നുസ്റത്തിന്റെയും സിറാണ്. അപ്പോൾ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന മൂന്ന് കാര്യങ്ങളോടെ ഖദീജയിൽ മേളിച്ചിട്ടുണ്ട്. ഒന്ന് അവ്വലിയത്ത്, രണ്ട് ഹിജ്റ, മൂന്ന് നുസ്റത്ത്. ചിന്തിക്കുക കുട്ടികളെ, നിങ്ങൾ ശനിയാഴ്ച വരുന്നവരല്ലേ, ഞായറാഴ്ച പരക്കച്ചോറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രഹസ്യം പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പിന്നെന്ത്? ഇനി ഇത് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ കയറി ആയിരക്കണക്കായ ആളുകൾ ഇത് കേൾക്കും. അതിനു മുമ്പ് നിങ്ങളാണ് കേൾക്കുന്നത്. അങ്ങക്കാണ് ആദ്യത്തെ കൂലി. ഇനി ഇത് നാളെയും മറ്റന്നാളുമായിട്ട് പിന്നെ അത് കയറിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ സോഷ്യൽ മീഡിയ പൊളിയാത്ത കാലത്തോളം 10,000-കണക്കായ ആളുകൾ ഇത് കേൾക്കുമെങ്കിലും ആദ്യത്തെ കൂലി നിങ്ങൾക്കാണ്. ഇത് രഹസ്യമാണ്. ഈ രഹസ്യത്തെ ഞാൻ മറ നീക്കി ചാടിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് എന്ന ഒരാളാണ് ഞാൻ. എനിക്കത് തൗഫീഖാണ്. ഞാൻ ഇതിനെ കൊണ്ട്, ഈ ആയത്തിനെ കൊണ്ട് കെട്ടിയിട്ടാണ്. എവിടെ കൊണ്ടുപോയിട്ട്? ഖദീജയിൽ. 3 കാര്യം ഖദീജയിൽ. 3 കാര്യം ഖദീജയിൽ. എന്നിട്ട് ഒരു ഫലവും. ഈ 3നും ഒരു ഫലമുണ്ട്. ആ ഫലവും ഞാൻ പറഞ്ഞുതരാം. ആ ഫലവും ആദ്യം ഖദീജയിൽ തന്നെ. 3 കാര്യം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ അസ്ബഖുൽ അവ്വലിയത്ത്. മുൻഗണനയിൽ ആദ്യത്തെ മുൻഗണക്കൽ ആരുടേത്? ഖദീജയുടേത്. പിന്നെ മുഹാജിറത്തെ കയ്യിലുള്ളത് ത്യജിക്കുക. ഖുവൈലിദിന്റെ ലക്ഷപ്രഭുവായ മകളാണ്, പ്രഭുവാണ്. ആര്? ഖദീജ. മുഹാജിറത്താണ്. കയ്യിലുള്ളതെല്ലാം ഒഴിവാക്കി. ആർക്ക് വേണ്ടി? ലിനശ്രി ദീനില്ല, പടച്ചതമ്പുരാനെ ദീന വിജയിപ്പിക്കാൻ വേണ്ടി. അന്ന് ഇടവും മുഹാജിറുകൾ ഹിജ്റ പോയപ്പോൾ ഇടവും ബലം ആളുണ്ട്. പക്ഷേ ഖദീജക്ക് ഇടത്തും ആളില്ല, ബലത്തും ആളില്ല. എന്താ ഖദീജ പറയുന്നത് റളിയല്ലാഹു അൻഹാ? ഒരിക്കൽ വഹി മുടങ്ങിയ ഒരു ഘട്ടമുണ്ട്. ആദ്യത്തെ വഹി വന്നിട്ട് പിന്നെ വഹി കുറച്ച് ദിവസം വന്നില്ല. അപ്പോൾ ദുഃഖം കനം തൂങ്ങിയ ദുഃഖഭാരവുമായി മക്കയിലേക്ക് ഇറങ്ങും. തിരിച്ചു വരും പുണ്യ റസൂല്. അന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഓമന മോനെ ഉമ്മ ചേർത്ത് പിടിക്കുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിക്കും ഖദീജ റളിയല്ലാഹു അൻഹ. എന്നിട്ട് സാന്ത്വനപ്പെടുത്തുകയും ഒരിക്കലും വിഷമിക്കണ്ട, വഹി വരും. വഹി ആദ്യം വന്ന് പിന്നെ വഹി മുടങ്ങുന്നുണ്ട് കുറച്ചാലും. പിന്നെ വഹി വീണ്ടും വരുന്നുണ്ട്. വല്ലാഹ വല്ലൈലി ഇദാ സജാ അള്ളാഹു സാന്ത്വനപ്പെടുത്തുന്ന ആയത്തിറങ്ങുന്നതിന് മുമ്പ് നബിയെ സാന്ത്വനപ്പെടുത്തിയതാരാ? അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഖദീജ. ഈ വാക്ക് ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് പറയുന്നത് ഖദീജ. ഈ വാക്ക് നടന്നാൽ ഈ ആശയം പേടിക്കണ്ട, വഹി വന്നോളൂ. വഹി വരാതിരിക്കാൻ അതിൻ്റെതായ ന്യായം ഉണ്ടാവും. അള്ളാഹു ഒഴിവാക്കൂല. പിന്നെ അള്ളാഹ് പറയാണ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്നാ അള്ളാഹ് ഒഴിവാക്കൂല എന്ന് ആദ്യം പറയുന്നുണ്ട്. ആര്? ഒന്ന് കേൾക്കണോ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വഹി മുടങ്ങിയ പ്രശ്നം ഭയങ്കര വിഷമമായി. കാരണം ജിബിലി വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ നോക്കും, ജിബിലി വരുന്നുണ്ടോ? ജിബിലി വരുന്നില്ല. റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമമായി.
അതിന്റെ ഇടയ്ക്ക് എന്ന ആളുകൾ വീട്ടിൽ അന്വേഷിച്ച് വരും, കളിയാക്കാനും മറ്റുമായിട്ടും വരും. അതിൽ കുറച്ച് ആളുകൾ കളിയാക്കാൻ വരും, കുറച്ച് ആളുകൾ ഉദ്യോഗം, അതായത് അന്വേഷണം, പിന്നെന്തെങ്കിലും വന്നോ. അപ്പൊ ഓരോ ദിവസം വരുന്നവരോട് ഖദീജ ബീവി പറയും, ഇല്ല ജിബ്രീൽ വന്നിട്ടില്ല. അപ്പോൾ അവര് ഒരു തരം അർത്ഥഗർഭമായ ചിരിയിലും മൂളലും തിരിച്ചു പോകും. അപ്പൊ അവിടെയൊക്കെ വിഷമാണ് റസൂലുള്ളാഹിക്ക്. അപ്പൊ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കും ആര്? ഖദീജ. വിഷമിക്കണ്ട, വഹി മുടങ്ങുകയാണെങ്കിൽ അതിന്റെ ന്യായമുണ്ടാവും. വഹി ഒഴിവാവൂല, വഹി മുടങ്ങൂല, അല്ലാഹ് നിങ്ങൾ ഒഴിവാക്കൂല. വഹി വരും, വഹി വന്നാൽ അതിന് ന്യായം ഉണ്ടാവും, വഹി വന്നിട്ടില്ലെങ്കിൽ അതിനും ന്യായം ഉണ്ടാവും. ഈ ഖദീജ ബീവിയുടെ സാന്ത്വന വാക്കുകളോട് യോജിച്ചാണ് പിന്നെ സൂറത്ത് ഇറങ്ങിയത്. എന്ത്? പൂർവാഹനമാണ് സത്യം, ഇരുൾമുട്ടിയ രാത്രി തന്നെയാണ് സത്യം. എന്താണ് ഈ സത്യത്തിന്റെ ഉള്ള എന്താ? വെളിച്ചം, ഇരുട്ട്. ഇവിടെ എന്താ? വഹി വരാതിരിക്കൽ. ഭയങ്കര വർത്താനാ പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ, മനസ്സിലായില്ല. ളുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനം എന്ന് പറഞ്ഞാൽ ഉത്തരാഹനം, മനസ്സിലായില്ല. ഈ സമയം ഇതെന്താ? വെളിച്ചം. ഈ വെളിച്ചത്തെ ഉപമിച്ചത് രഹസ്യമായി ഉപമിക്ക എന്തിനോട്? വഹി വരുന്ന അവസ്ഥ. അങ്ങനെ അവസ്ഥ ഉണ്ടാവും. ഇരുൾ മുറ്റിയ രാത്രി, വഹി വരാത്ത അവസ്ഥ. അതിന്റെ പ്രത്യക്ഷല്ല പറയുന്നേട്ടാ, ഇതൊരു ഉപമയാണ്. എന്തിനാ ഇവിടെ ഈ വഹി വരുന്ന സമയം ഉണ്ടാവും, വഹി വരാത്ത അതിന്റെ ന്യായം ഉണ്ടാവും. എപ്പോഴും പകലാകാൻ പറ്റൂല, എപ്പോഴും രാത്രി ആകാൻ പറ്റൂല. ചിലപ്പോൾ വഹി വരും, എപ്പോഴും വഹി വരാൻ പറ്റില്ല, എപ്പോഴും വഹി വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ വഹി വരാൻ അതിന്റെ കാരണം ഉണ്ടാവും, വഹി വരാതിരിക്കാൻ അതിന്റെ കാരണം ഉണ്ടാവും. അല്ല അങ്ങനെ ഒഴിവാക്കിയതല്ല, നിങ്ങൾ ഒഴിവാക്കിയല്ല. ഈ വർത്തമാനം ആര് പറയണ്ട്? ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ ആവോ? മനസ്സിലായില്ല. അതായത് വഹി വരുന്നതിനിടയിൽ വഹിയാണ് മുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര വിഷമായി. കഥനഭാരം തൂങ്ങിയ മനസ്സുമായും മുഖവായവുമായും റസൂൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഭയങ്കര വിഷമം. അതിനിടയിൽ ആളുകൾ പറഞ്ഞു പരത്തി വഹി വരുന്നുണ്ട്, നുബുവത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മുഹമ്മദിന് ഒന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ നബിയെ അർത്ഥഗർഭമായി ചിരിക്കാനും കളിയാക്കാനും മൂളാനും തുടങ്ങി. വലിയ ആളാവുമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും ഇല്ലാതായി എന്നൊക്കെ കളിയാക്കും. അപ്പോഴൊക്കെ വീട്ടിലേക്ക് വരും റസൂലുള്ളാഹി. ജനങ്ങളെ കളിയാക്കിനേക്കാൾ അള്ളാഹു ഇന്നെ ഒഴിവാക്കിയോ എന്നുള്ള പേടി ആർക്ക്? മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയാണ്, എന്ത് നബിയെ, വഹി വന്നപ്പോൾ അതിന്റെ കാരണം ഉണ്ടായി. വഹി വരാതിരിക്കണമെങ്കിൽ ഇത് ഹക്കീമായ റബ്ബാണ് ഇത് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, അതിന്റെ സമയത്ത് വന്നോളൂ, നിങ്ങൾ വിഷമിക്കണ്ട. അതേ സമയത്ത് ഖദീജ ഒറ്റക്ക് ദുആ ചെയ്യും, റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കും. എന്നിട്ട് ഉള്ളിൽ പോയി കരഞ്ഞിട്ട് ദുആ ചെയ്യും, പഠിച്ചോനെ എന്റെ ഭർത്താവിന്റെ വിഷമം കൂടാതിരിക്കട്ടെ, വഹി പെട്ടെന്ന് വരണം. എന്നാൽ നബിയുടെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് സാരല്ല, വഹി വന്നോളൂ. വഹി വരാതിരിക്കുകയാണെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. ആരോട് പറയും? നബിയോട് പറയും. പിന്നെ ഖദീജ ബീവിയുടെ അതേ ചിന്തയോട് യോജിച്ചിട്ട് ആയത്തിൽ ഇറങ്ങി. എന്ത്? റബ്ബ് നിങ്ങൾ ഒഴിവാക്കിയിട്ടുമില്ല, നിങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുമില്ല. കഴിഞ്ഞു പോയ നാളിനേക്കാൾ നല്ല നാളുകളാണ് ഇനി വരാനുള്ളത്. അത് ആര് പറഞ്ഞിട്ടുണ്ട്? അതേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ മുഹാജിറിന്റെ പണി, അൻസാറിന്റെ പണി. എന്നിട്ട് ആ സമയത്ത് ഖദീജ ബി പറയുന്നുണ്ട്, ഇന്നി ബദൽതു നഫ്സി വമാലി ലക യാ റസൂലല്ലാഹ്. എന്റെ തടി നിങ്ങൾക്കാണ്, എന്റെ മുതൽ നിങ്ങൾക്കാണ്, വജൂദി എന്റെ അധ്വാനം നിങ്ങൾക്കാണ്, എല്ലാം നിങ്ങൾക്കാണ്. അള്ളാന്റെ ദീനെ ഹയാത്താക്കിക്കോളി, എന്റെ തടി നിങ്ങൾക്കാണ്, എന്റെ തടി നിങ്ങൾക്കാണ്. നിങ്ങൾ എവിടെ വിഷമം ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാൽ മതി, ആ വിഷമം നിൽക്കാനാണ് ഞാൻ. എന്റെ മുതൽ ഏത് മാർഗത്തില്? അള്ളാഹുവിന്റെ മാർഗത്തിലല്ലാതെ മുത്തനബി ചെലവാക്കൂലാണ് ഖദീജ ബിവിക്കറിയാ. എന്റെ മുതൽ എങ്ങനെ ഉപയോഗിക്കാനും എന്നോട് ചോദിക്കേണ്ടയില്ല. ഇതേ വാക്ക് ബദറിന്റെ തലേന്ന് അൻസാരിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞ്? നാളെ ബദറിലേക്ക് പോകണമെന്ന് പറയുമ്പോ ബദരീങ്ങൾ പറയുന്നുണ്ട്, നബിയെ കൂട്ടിക്കൊണ്ടുപോയി വീടുകളിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾ കൊണ്ടുവന്നത് അങ്ങ് സ്വീകരിക്കുന്നതിന് പകരം അങ്ങ് എടുത്തു കൊണ്ടുപോവുക. എന്താ വേണ്ടത്? നിങ്ങൾ ഇവിടെ ബാക്കിയാക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം അങ്ങ് കൊണ്ടുപോകുന്നതിലാണ്. ഞങ്ങളുടെ നഫ്സും അങ്ങേക്കാണ്, ഞങ്ങളുടെ മാലും അങ്ങേക്കാണ്.
وباعوا نفوسهم لدين الهدى في كل موطن وزوتين. ഇതാണ് ബദരീങ്ങളുടെ പ്രത്യേകത. അതായത് അവരവരെ ശരീരവും ധനവും ആർക്ക് കൊടുത്ത് ആർക്ക് കൊടുത്ത് മുത്തുനബിക്ക് നൽകി. എങ്കിൽ ഇവരോട് പിൻപറ്റാൻ ഖുർആൻ നമ്മളോട് പറഞ്ഞു. എങ്കിൽ അവർ പിൻപറ്റൽ ആരോടാ? ഖദീജയോട്. അതാ ഖദീജ റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം ചിന്തിക്കണം. ഇതിൽ ഭയങ്കര സത്യമുണ്ട്. ഇതിന്റെ രണ്ടാം ഭാഗം ഞാനോട് പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക. ഇതിന്റെ ഓണർ ആരാണ്? അങ്ങനെ ഉണ്ടല്ലോ ഒരു ഓണർ എന്ന് അറിയാലോ. മനസ്സിലായില്ല. വണ്ടി ആർക്കും വിടാം, പക്ഷേ ലാഭം നഷ്ടം ആരിലേക്ക് മടങ്ങും? ഓണറിലേക്ക് മടങ്ങും. അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര്. ഓണർ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇതിന്റെ ഓണർ അള്ളാന്റെ സൃഷ്ടികളിൽ ഖദീജയാണ്. അള്ളാന്റെ റസൂലിനെ തെരഞ്ഞെടുത്തു. അതിലെല്ലാം സമർപ്പിച്ച് ആദ്യം ഇറങ്ങിയത് ആരാ? ഖദീജയാണ്. ഈ ഉമ്മത്തിന്റെ ഓണർ ഖദീജയാണ്. ഈ ഉമ്മത്തിന്റെ ഓണർ ഖദീജയാണ്. ചിന്തിക്ക്. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് തന്നെ നമ്മൾ ഓതുന്ന മൗലിദിൽ ഒരു വരിയുണ്ട്. എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. ഖദീജ ബീവിയെ, നിങ്ങളെ പെൺമക്കൾ ജഹാലത്തിൽ ഇങ്ങനെ മതിച്ച് നടക്കുകയാണ്. നിങ്ങളുടെ മക്കൾ ജഹാലത്തിൽ മതിച്ച് നടക്കുകയാണ്. നിങ്ങളെ പെൺകുട്ടികൾ എന്തൊക്കെയാണ് നിങ്ങളെ പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് അല്ലാഹു അല്ലാത്തൊരാൾക്ക് അറിയുകയില്ല. ജാലത്തിലാണ് അവര്, ഫ്ലാഷ് മോബിലാണ് അവരെന്താ പറയാ, അവര് ഫ്ലാഷ് മോബിലാണ്, അവര് കുതിരകളിയിലാണ്. എന്ന് പറഞ്ഞാല് അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉത്ത പറഞ്ഞാല് മേയാണ്. പെൺകുട്ടികൾ മേയാണ്. പെൺകുട്ടികൾ മേയുകയാണ്. ഇന്ന് പെൺകുട്ടികൾ തോന്നിയാസത്തിൽ ജഹാലത്തിൽ ഏതൊരു ജഹാലത്തിനെ നീക്കാൻ വേണ്ടി ഖദീജ അധ്വാനിച്ചു റളിയല്ലാഹു അൻഹ. ഇന്ന് ഖദീജാബിയുടെ അതേ സമുദായത്തിലെ ബാക്കിയുള്ള പെൺകുട്ടികൾ ഇന്ന് ജഹാലത്തിൽ മേഞ്ഞു നടക്കണം, മേയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം. ഖദീജയുടെ ഇടപെടലാണ് മഹ്ദി. കാരണം മഹ്ദി ആരോട്ടിയാണ്? ഖദീജയുടെ കുട്ടിയാണ്. ഇനി എല്ലാ പ്രശ്നവും ഖദീജയിലേക്ക് മടങ്ങും. എല്ലാ പ്രശ്നവും ഖദീജയിലേക്ക് മടങ്ങും റളിയല്ലാഹു അൻഹാ. ഖിലാഫത്തുർ റാഷിദ നശിച്ചപ്പോൾ നഷ്ടം പറ്റിയത് ഖദീജക്കാണല്ലോ. ഖിലാഫത്തുർ റാഷിദ ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹുവിന് ശേഷം കഴിഞ്ഞ് പിന്നെ മുആവിയയോടുകൂടെ തീർന്നു സൽഭരണം. പിന്നെ സൽഭരണം നഷ്ടപ്പെട്ടപ്പോൾ യസീദ് ഭരണാധികാരിയായി. നഷ്ടായിരിക്കും പറ്റി ഖദീജയുടെ കുട്ടിനല്ലേ ഒന്ന്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇസ്ലാമിൽ സൽഭരണം അവസാനിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് ആർക്ക്? ഖദീജക്കല്ലേ? അല്ല, ഇനി തിരിച്ചെടുക്കേണ്ടത് മഹാജിർ തന്നെയാ ഖദീജ. എന്തുകൊണ്ട്? ഇതിന്റെ ആർസി ഓണർ ഖദീജ. ഇതിന്റെ എല്ലാ മടങ്ങും ഖദീജയിലേക്ക്. ഖദീജ ആകാനേ പാടുള്ളൂ. എന്തുകൊണ്ട്? ഖദീജയിലേക്കാണ് ഒരു നൂല് വെച്ചിട്ടുള്ളത്. ആ നൂലാണ് ഖിയാമത്ത് നാൾ വരെ. ആ നൂലിൽ തൊട്ടവർക്കേ ജയിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ല? ഖദീജയിൽ ഒരു നൂലുണ്ട്. ആ നൂലിൽ തൊട്ടവർക്കേ ജയിക്കാൻ കഴിയുള്ളൂ. ആ നൂലാണ് അഹ്ലു ബൈത്തിൻ നബിയിൽ മുസ്തഫ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കപ്പലാണ് എങ്കിൽ കപ്പലിനുണ്ടാവുമല്ലോ. എന്ത് കപ്പലിനുണ്ട്? ഒരു നട്ടല്, ഒരു അടിപ്പലക ഉണ്ടാവും. ആ അടിപ്പലകമ്മൽ എന്ത് ചെയ്യാണ്? പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കല. വിമാനം കണ്ടിട്ടില്ല നിങ്ങൾ? വിമാനത്തിന് മുന്നിൽ നമ്മൾ ഇരിക്കുന്നതിന് ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ടിൽ വിമാനത്തിന് രൂപം ഉണ്ടാവും. അതായത് ഒരൊറ്റ വടിയാ. ആ വടിമേൽ പിന്നെ പിന്നെ അയിമങ്ങട് വെക്കണില്ല.
ബേസ്മെന്റിൽ ഒറ്റ വടിയാണ്. നമ്മളും അങ്ങനെ തന്നെ. നട്ടെല്ല് അതിമ പിന്നെ മറ്റു വാരിയലിനെ കൂട്ടിയതാണ്. എങ്കിൽ ഈ നട്ടെല്ലാണ് ആര്? ഖദീജ. അതുകൊണ്ടാണ് അവരെ കൂടെ എല്ലാരും നിലകൊണ്ടത്. അത് അവരെ കൂടെ ബുദ്ധിയുള്ളവരൊക്കെ നിലകൊണ്ടു. അവരെ കൂടെ ബുദ്ധിയുള്ളവരെല്ലാം നിലകൊണ്ടു. നബി കുടുംബത്തെ സ്നേഹിച്ചതാണ് എന്റെ കുറ്റമെങ്കിൽ ഞാൻ ഈ കുറ്റത്തിൽ തൗബ ചെയ്യുകയില്ല എന്ന് ഇമാമുന ശാഫിഈ. അക്കാലത്തെ ജനങ്ങൾ ഏറ്റവും കുറ്റം പറഞ്ഞു ഷാഫി ഇമാമിന്. എന്ത്? ഷാഫി ഇമാമിന് നബി കുടുംബത്തോട് ഭയങ്കര താല്പര്യം. നബി കുടുംബത്തെ വെറുക്കാൻ കൽപ്പിച്ച ഭരണാധികാരികളായിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത്. മനസ്സിലായല്ലോ? 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഇമാം ഷാഫിഈ. 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? ഇമാമുന ഷാഫിഈ. അവരെ ബൈത്താ وإن كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഫദാലിക ദംബുൻ, അതൊരു കുറ്റമായി നിലകൊള്ളും. ലസ്തു അൻഹു അതൂബു, അതിനെ തൊട്ട് ഞാൻ തൗബ ചെയ്യുകയില്ല എന്ന് ഇമാമുന ശാഫിഈ. ഇതിന്റെ ഉമ്മയാരാ? ഖദീജ. എന്തിനൊരു അസുരണ്ട്. നമ്മളിവിടെ സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ മേലിൽ നമ്മുടെ ആയിരക്കണക്കായ പള്ളിയുടെ ആധാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അസുരണ്ട്. അതിൽ ആരുണ്ട്? ഖദീജ ഉണ്ട്. ഒന്ന് നോക്കണം, വിചാരിക്കണോ, ഇതിൽ ആരുണ്ട്? ഖദീജ ഉണ്ട്. ഖദീജ ആരാ? മുഹാജിരി ക്ലാസ്സിൽ, അൻസാരി ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് പേച്ചിട്ടില്ല. തള്ളിയൊരു കുരുത്തം പിടിക്കലോട്. ഞാൻ എന്റെ സഹോദരങ്ങളായ ആളുകളോട് നിങ്ങൾ എന്റെ ഈ പ്രസംഗം നിഷ്പക്ഷമായി കേൾക്കണം. ഞാന് മുജാഹിദ് ജമാഅത്ത് എന്ന് പറയില്ല. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കണം. എന്താണ് ഇയാൾ ഈ പറയുന്നത്? നിഷ്പക്ഷമായി ചിന്തിക്കണം. ഞങ്ങളെ ആധാരങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് പണക്കാട്ടാണ്. ഇത് അങ്ങനെ തന്നെയല്ലേ? അല്ലേ പറയും? ഏതൊരാധാരവും 99 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തുല്യമായ വേറെ എന്തെങ്കിലും ഉണ്ടാവും. 99% ആധാരം ആരെ പേരിലൊക്കെയാണ്, എവിടുന്നൊക്കെയാണ്, എത്ര കോടി റുപ്യന്റെ ആധാരമാണ് അവരെ പേരിൽ എഴുതി നടക്കില്ല. അതെന്തേ? അതൊരു കുരുത്താണ്. സത്യത്തിൽ സമസ്തയുടെ സംയോജകൻ എന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളല്ല. സമസ്തയുടെ സംയോജകൻ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാണ്. പക്ഷേ ഈ വടിക്ക് ഇന്ന പറ്റൂല, ഈ വടിക്ക് ആസിനുള്ള ആള് വേണം എന്ന് പറഞ്ഞ് വിഷയത്തിൽ രംഗത്തിറക്കിയതാണ് ആര്? വരക്കൽ ബാലിമിലൊക്കെ തങ്ങളെ. അതൊരു പൊട്ടാത്ത വടിയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ട് ആ വടിയുടെ മേൽ ചാരി നിന്നു ആര്? പാങ്ങിലാണ്. ഈ സമസ്തക്കൊരു ആർസി ഓണർ ഉണ്ടെങ്കിൽ അത് പാങ്ങിലാണ്. അത് പാങ്ങിൽ തന്നെയാണ്. ആര് നിഷേധിച്ചാലും പാങ്ങിലാണ്. പക്ഷെ പാങ്ങിലെന്ത്? പാങ്ങിൽ കുരുത്തുള്ള മൂല്യരാണ്, ആലിമാണ്, കുരുത്തുള്ള മഹാനാണ്. പാങ്ങിൽ ഒറ്റക്കാകായിരുന്നു. പാങ്ങിൽ അത്ര കഴിവുള്ള ആളുമാണ്. പാങ്ങിൽ പ്രസംഗിച്ച 10,000-കണക്കിന് ആളുകൾ കേൾക്കുന്ന പാങ്ങിന്റെ പ്രസംഗം. 10,000-കണക്കിന് ആളുകൾ മലപ്പുറത്ത് കുന്നിൻ ചെരുവില്, കുന്നിന്റെ നെറുവില് ഇരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ 1928 പ്രസംഗിച്ചിട്ടുണ്ട്. പാങ്ങില് തക്ബീർ ധ്വനിയോടുകൂടി ജനങ്ങൾ സ്വീകരിച്ചു. 10,000-കണക്കായ ആളുകൾ കേൾക്ക്. സദസ്സിൽ മൈക്കല്ല, മൈക്ക് ഉപയോഗിക്കാൻ മൈക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമായ സാധനമല്ല കുഞ്ഞുമോനെ. അന്ന് ഉച്ചഭാഷണി എന്ന പേരിൽ നോട്ടീസ് പോലും ഇറങ്ങിയിട്ടില്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണെന്നുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് എന്തുണ്ട്? ഞാൻ ജനിച്ചപ്പോഴത്തേനും പാങ്ങിൽ മരിച്ചിട്ട് 10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാങ്ങിലിന്റെ നല്ല കാലത്ത് 1928 പാങ്ങിലും മലപ്പുറം കുന്നിൻ നെറുവിയില് ബ്രിട്ടീഷുകാർക്കെതിരെ 10,000-കണക്കിന് ആളുകൾ കൂടി അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. 1928 പാങ്ങിൽ. അപ്പൊ ഭയങ്കര ചിന്തിക്കും. പാങ്ങിൽ തിരുവിതാംകൂറിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ, സമസ്ത പ്രചരിപ്പിക്കാൻ പോയി. അപ്പോൾ ചില വിദഗ്ധക്കാർ എന്ത് ചെയ്ത്, തിരുവിതാംകൂർ രാജാവിനോട് നേരത്തെ തന്നെ മുഖം കാണിച്ച് പറഞ്ഞു, ഇവിടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നൊരാൾ വരുന്നുണ്ട്, അയാള് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് പ്രസംഗത്തിന് അനുമതി കൊടുക്കരുത്. പാങ്ങിൽ പ്രസംഗിക്കാൻ വേണ്ടി തിരുവിതാംകൂർ എത്തിയപ്പോൾ പോലീസ് പറഞ്ഞു, പാങ്ങിലെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി.
അപ്പോൾ പാങ്ങിൽ ഞാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കൂല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ രാജസദസ്സിന് മുമ്പാകെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിനപ്പുറം പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പെടുത്താൻ രാജാവിന് അധികാരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാ പറയൂ, നമ്മൾ രാജകൊട്ടാരത്തിൽ അതിമനോഹരമായ മലയാളത്തിൽ തിരുവിതാംകൂർ രാജാവിന്റെ മുന്നിൽ അതിമനോഹരമായ സാഹിത്യ ഭാഷയിൽ പ്രസംഗിച്ചു. ആര്? പ്രസംഗം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് തിരുവിതാംകൂറിലെ ഓരോ നാടുകളിലും പറയാൻ വേണ്ട ചെലവ് രാജസദസ്സിൽ നിന്ന് കൊടുക്കും. ചെലവ് കൊടുത്ത പിന്നെ അത് ആ പ്രസംഗം നടത്താനുള്ള ചെലവ് കൊടുത്തത് ആരാ? രാജാവാ. അതാ വാങ്ങില്ല. പക്ഷെ പാങ്ങിൽ ഒരു ബുദ്ധി ഇമ്പോർട്ടന്റ്. എന്ത്? ഇതിന്റെ RC ഓണർ വഹിക്കുന്നത് പോകണം, ഇല്ലെങ്കിൽ ഇതിന്റെ RC യഥാർത്ഥ അളവിലല്ലാതെ ഇത് യഥാർത്ഥ സാധനം അല്ലാതെ വരും. മനസ്സിലായോ പറഞ്ഞത്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് ഒന്ന് നിപുണനായ, ചരിത്രം കണ്ട നിപുണനായ ആലിം. ഒരു ആലിം എന്ന നിലയിൽ പാങ്ങക്കാരനെ പോലത്തെ ഒരു അറിയപ്പെട്ട മഷൂറായ പാങ്ങക്കാരനെ പോലെയുള്ള 4 മദ്ഹബിനും ഫത്വ കൊടുക്കുന്ന ഒരു അറിയപ്പെട്ട മഷൂറായ ആയിരക്കണക്കായ കുട്ടികൾക്ക് ദർസ് നടത്തുന്ന ആലിമല്ല ആര്? തങ്ങള്. അദ്ദേഹം ആലിമാണ്, സയ്യിദാണ്, ആ കാലത്തെ വലിയ മഹാനാണ്. മനസ്സിലായോ പറഞ്ഞത്? നാടാകെ പ്രസംഗിച്ച് നടക്കുന്ന സാഹിത്യ സാമ്രാട്ടല്ല ആര്? പരവരക്കല്. ഇതൊക്കെയാണ് ആര്? പാങ്ങില്. താർക്കികനാണ്, ഉരുളക്കുപ്പേരി മറുപടിയാ. ഒരു 2 വർത്താനം കൊണ്ട് ആരും വീണു. അങ്ങനത്തെ കഴിവുള്ള ആളാണ് പാങ്ങില്. പക്ഷേ ഈ പാങ്ങിൽ പങ്കെടുത്തില്ല. ഈ കാലഘട്ടത്തിൽ ഇവിടെ പലരും വന്നു. പ്രസംഗ വൈഭവം കൊണ്ട് നാടിനെ ജനങ്ങളെ കോരിത്തെരിപ്പിച്ച ആളുകൾ വന്നു. അവര് ഈ ഖദീജയുടെ മക്കളെ ഒഴിവാക്കി അവരാണ് പോയി. അവരെന്നെ കുരുത്തക്കേട് ചാടി. അവരിൽ പോയൊരു കുരുത്തക്കേട് ചാടി. നിങ്ങളുടെ കൂടെ അല്ല. അവരൊക്കെ വിശ്വാസം മോശമായോ? അല്ല. ഒരു അസിലുണ്ട്. ഖദീജയുടെ മക്കളെ മറക്കാൻ പാടില്ല. ഇതിന്റെ RC ഓണർ ആരാണ്? ഖദീജയാണ്. ഭയങ്കരം ചിന്തിക്കണം. നിങ്ങളോട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുക. വേറെ പലരെയും ആക്കണമെന്ന് അള്ളാഹു തആലാക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഖദീജ ആദ്യം ഗലിമയിൽ പോയി. അങ്ങനെയാണോ? അപ്പൊ ഉദാഹരണം പറയാം. അപ്പോൾ പിരിവ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നോക്കുക. മുതലാളിമാരുണ്ട്. അപ്പൊ മുതലാളിമാരെ കയ്യിൽ നിന്ന് 50,000 ചാടിക്കണം എന്നുള്ള നിയ്യത്ത് ഖദീജ കമ്മിറ്റിക്കാർക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കി. അപ്പൊ കമ്മിറ്റി നേരത്തെ തന്നെ വട്ടം കൂടും. എന്ത്? മൂല്യാരെ വയലിന്റെ അവസാനം നമുക്ക് വന്ന് പിരിവ് നടത്തണം, മുതലാളിമാരെ മുഴുവൻ ചാടിക്കണം. അപ്പോ പ്രസിഡന്റിന് എന്ത് പറയും? പ്രസിഡന്റ് പറയും, ഞാൻ 50,000 ആദ്യമാണ് പറയും. എന്നാ പിന്നെ ബാക്കിയുള്ളവർ കുടുങ്ങോലോ സ്വാഭാവികമായും. മനസ്സിലായില്ല? പിന്നെ അതേപോലെയുള്ള മുതലാളിമാര് കെട്ടുബന്ധവും കൂട്ടുബന്ധവും ഒക്കെ പ്രസിഡന്റിനോടുള്ള ആളുകൾ, പിന്നെ അതുപോലത്തെ മുതലാളിമാര് 49,000 പറഞ്ഞാൽ ഷെയ്മായില്ലേ? മനസ്സിലായില്ല? അപ്പൊ സ്വാഭാവികമായി അവർ എത്ര പറയേണ്ടി വരും? 50,000. പക്ഷെ പ്രസിഡന്റ് ഇങ്ങനെ കുട്ടിയടഞ്ഞ് എണീക്കണിന് മുമ്പ് ഒരുത്തൻ എണീറ്റ് ഞാൻ 1000 രൂപ. അപ്പൊ മറ്റേ മുതലാളി പറഞ്ഞു എന്റെ വക 1000 കമ്മിറ്റിക്കാരെ കഥയാണ് കഴിഞ്ഞു. മനസ്സിലായില്ല? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? വേറെ പലരെ കൊണ്ട് ആദ്യം കെലിമയിൽ കിടന്ന അള്ളാഹു തആലാക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഖദീജ ചാടിപ്പോയി മുന്നിലേക്ക്. എന്ത് ചെയ്യും? അങ്ങനെയാണോ? എന്താണ് നോക്കിയിരിക്കുന്നത്? അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ട്? ഇതിൽ കെലിമ അല്ലണ്ട. ആദ്യത്തെ ആൾ ആരെന്നെയാ? ഖദീജയാണ്. ഖദീജയാണ് ഇതിന്റെ അസ്ല്. അത് അവരാണ് ഇതിന്റെ നട്ടെല്ല്. അപ്പൊ അള്ളാഹ് മനസ്സിലായില്ലേ? ഞാൻ വേറൊരു വാക്കുകൂടി പറഞ്ഞു. ഈ 3ന് ശേഷം 1 വരാണ്ട്. അതും ആദ്യം ഖദീജക്ക വന്നത്. ഏതാ 3ന് ശേഷം വന്ന 1? ഉറങ്ങല്ലേ കുട്ടികളെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഓഫീസ് ബുദ്ധി പണയം വെച്ചിട്ട് റഹ്മത്തുള്ളാഹിന്റെ പ്രസംഗം കേൾക്കരുത് ദയവായി. ഞാൻ എന്റെ ഒരു വൽപ്പത്തരം പറയല്ല. എനിക്ക് എന്റെ റബ്ബ് തന്നൊരു തൗഫീഖാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു അസ്ലാണ്. ഇത് എന്താ അസ്ലെങ്കിൽ അത് ഇന്റെ വൽപ്പത്തരമല്ല. രത്നവും സ്വർണവും വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ നാവിന്റെ കഴിവല്ലല്ലോ അത് സ്വർണത്തിന്റെ രത്നത്തിന്റെ കഴിവ് തന്നെയാണ്. ഇയാൾക്കത് പറയാൻ കഴിയണേ ഉള്ളൂ. മനസ്സിലായില്ല? മുക്ക് വിൽക്കുന്നവന് നാവിന്റെ കഴിവാ, രത്നം വിൽക്കുന്നവന് നാവിന്റെ കഴിവാണ്. അയാൾ എത്ര പറഞ്ഞാലും അതിന്റെ അപ്പുറത്തല്ലേ രത്നം. നിങ്ങൾ എന്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ.
ഞാൻ ഈ പറയുന്നത് എന്റെ കഴിവല്ല, ഞാൻ രത്നക്കച്ചവടക്കാരനാണ്. നാവിന്റെ കഴിവല്ല, ഞാൻ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം വിൽക്കുന്ന ആളല്ല, ഞാൻ രത്നക്കച്ചവടക്കാരനാണ്. അപ്പോൾ എന്റെ നാവിന്റെ കഴിവല്ലത്, പിന്നെ ആ രത്നം വിൽക്കാൻ എനിക്ക് തൗഫീഖ് ഉണ്ടായി എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് ചിന്തിക്കുക. ഈ 3ന് ശേഷം പോലെ 1 വരുന്നുണ്ട്. നിങ്ങൾ ആയത്ത് ശരിക്കും പരിശോധിച്ച് നോക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? എന്റെ മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ എന്റെ പ്രസംഗം നിഷ്പക്ഷമായി കേൾക്കുക. നിങ്ങൾ നിഷ്പക്ഷമായി എന്താ ഇയാൾ ഈ പറയുന്നത് കേൾക്കുക. ഇരിക്കുന്നൊക്കെ സിറാത്ത് പാലത്തിൽ കയറണല്ലോ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. രക്ഷപ്പെടണ്ടേ, അവിടെ രക്ഷപ്പെടണ്ടേ. മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇവിടെ അസ്സബഖുൽ അവലിയ, അത് ആർക്കാണ് ആദ്യം? ഖദീജ. മുഹാജിറത്തെ ത്യജിക്കുക, അതും ആദ്യം ആരാണ്? ഖദീജ. അൻസാരിയത്തെ സഹായിക്കുക, അതും ആദ്യം ആരാണ്? ഖദീജ. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്താ? അതിന്റെ ഔട്ട്പുട്ട് ആയത്തിന്റെ തന്നെ അല്ലേ കുട്ടിയെ? റളിയല്ലാഹു അൻഹു പറയടോ, റബ്ബിന്റെ പൊരുത്തം ഇത് ഈ ഉമ്മത്തിൽ ആദ്യം കിട്ടിയതായിരിക്കാം. ഖദീജക്ക് ജിബ്രീൽ ഇറങ്ങി വന്നില്ലേ? ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു അല്ലാഹു തആല റാളിയാണ് ആരെ തൊട്ട്? ഖദീജ തൊട്ട് സലാം പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെ. അല്ലാഹ് സലാം പറയുന്നുണ്ട് ആർക്ക്? ഖദീജക്ക് അല്ലാഹുവിന്റെ പൊരുത്തം അറിയിക്കുന്നുണ്ട് അല്ലാഹ്. അപ്പോൾ പിന്നെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ലിസ്റ്റിന്റെ പ്രത്യക്ഷത്തിൽ ഖദീജ വേണ്ട, അവരുടെ റളിയല്ലാഹു അൻഹുവിന്റെ അസ്ലിന്റെ അസ്ൽ ഖദീജയാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. മുഹാജിരീങ്ങൾ അൻസാരിങ്ങളെ ഇവിടെ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മുഹാജിരീങ്ങളുടെ ലിസ്റ്റിൽ ആരെ പേരില്ല? ഖദീജയുടെ പേരില്ല. മനസ്സിലായില്ലേ? അൻസാരിങ്ങളെ ലിസ്റ്റിലും ഇല്ല. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അതേതു കാര്യത്തിന്റെയും ജനകീയതയും അതിന്റെ അടിസ്ഥാനം നമ്മൾ വ്യത്യാസം ഉണ്ടാവും. ഒരു ജനകീയത വരുമ്പോഴത്തിന് ജനസമൂഹത്തിന്റെ മുന്നിലുള്ളവരുടെ പേരാണ് അതിൽ ചേർക്കപ്പെടുക. പക്ഷെ അതിനൊരു ബേസ്മെന്റ് ഉണ്ടാവും, ആ ബേസ്മെന്റിൽ ഉണ്ടാവില്ല. ചിന്തിക്ക്. റഷ്യൻ വിപ്ലവത്തിൽ കൂടാത്ത ആളാണ് ടോൾസ്റ്റോയ്. ബോൾഷെവിക്കിന്റെ ചരിത്രത്തിൽ ടോൾസ്റ്റോയുടെ പേര് ഇല്ല. വ്ളാഡിമിർ ലെനിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പണിയെടുത്ത് പോയ ആളാണ് ആര്? ടോൾസ്റ്റോയ്. എന്നാൽ ബോൾഷെവിക് വിപ്ലവത്തിൽ ടോൾസ്റ്റോയുടെ പേര് ഇല്ല. എന്നാൽ യഥാർത്ഥ റഷ്യൻ വിപ്ലവത്തിന് കാരണക്കാരൻ ടോൾസ്റ്റോയാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകളും പുസ്തകങ്ങളുമാണ് റഷ്യയിൽ ഒരു പുതിയ സാഹചര്യം ഉണ്ടാക്കിയത്. ആ സാഹചര്യത്തിൽ ലെനിൻ മുതലെടുത്തതേ ഉള്ളൂ. അങ്ങനെയാണ്. വളരെ ചിന്തിക്കണം. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ കുറെ ആളുകളെ പേര് കേൾക്കുന്നു. ഇവരെല്ലാം അടിസ്ഥാന കാരണക്കാരായ 1857 ശിപായി ലഹളയാണ് അടിസ്ഥാന സ്വാതന്ത്ര്യ സമരം. അവരെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നില്ല. അവരെ സ്വാതന്ത്ര്യ സമരക്കാർ എന്ന് പോലും പറയാറില്ല, ശിപായികൾ എന്ന് പറയാം. ശിപായി ലഹള എന്ന് പറയാം. മനസ്സിലായില്ല? സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ പേര് പോലും ചേർക്കൂല, അവര് പേര് പോലും പുറത്താക്കി. അവരെന്താ പറയാ? ശിപായി ലഹളക്കാർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയതാരാ? 1857 മുസ്ലിം ഡൽഹിയിലെ മുസ്ലിമീങ്ങൾ. 1857 ഡൽഹിയിലെ മുസ്ലിമീങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. അവരെ കൂട്ടത്തിൽ ഒരാളാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പേര് നാമം കുത്തപ്പെടേണ്ടത്. പക്ഷെ ചരിത്രത്തിൽ ഇവിടെ ആ പേര് പോലും ഇല്ല. അതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് പോലും ചിലർ എണ്ണൂല. അതിന് എന്താ പറയാ? ശിപായി ലഹള. അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചിന്തിക്ക്. ഒരു സംഗതിക്ക് ജനകീയത കൈവരുമ്പോൾ അതിന്റെ അസിലുണ്ടാവും. ആ അസിലിന് സ്വാഭാവികമായ അസിൽ അവിടെ ഉണ്ടാവില്ല. പിന്നെന്താ? അത് അസിൽ അതിൽ ഉൾപ്പെടേണ്ട, അസിൽ ഉൾപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അതും ഉണ്ടാവും. അസിൽ അത് അള്ളാഹ് കൂടി ചെയ്തതായിരിക്കും. മുഹാജിരിങ്ങൾ എന്ന ലിസ്റ്റിൽ, പ്രത്യക്ഷ ലിസ്റ്റിൽ ഖദീജ അല്ല. അൻസാറി എന്ന പ്രത്യക്ഷ ലിസ്റ്റിലും ഖദീജ അല്ല. എന്നാൽ മുഹാജിറത്തും ഖദീജയാണ്. എന്തുകൊണ്ട്? ഖദീജക്ക് പൂർണ്ണ മുഹാജിറത്ത. അതായത് കഷ്ടപ്പെട്ട് നബിയോട് കൂടെ കഷ്ടപ്പെട്ട് മരിക്കുക. ഖദീജ റളിയല്ലാഹു അൻഹ കഷ്ടപ്പെട്ട് മരിക്കുക. അതായത് മക്കയിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരുന്ന പെണ്ണാണ് ആര്? ഖദീജ. പിന്നെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ മരത്തിന്റെ ഇല ഒടിച്ച് തിന്നിട്ടാ ഖദീജ മരിക്കുന്നത്.
റളിയല്ലാഹു അൻഹ. ഇതിലും വലിയ മുഹാജിറത്താര ശഅബ് അബീ താലിബിലേക്ക് അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു. കഅബാലയത്തിൽ എഴുതി തൂക്കി, ഈ മുഹമ്മദിനെ അനുകൂലിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അങ്ങാടിന് സാധനം കൊടുക്കാൻ പാടില്ല, അവർ എത്ര പൈസ തന്നാലും സാധനം കൊടുക്കരുത്, അവർക്ക് പൂർണ്ണമായ വിലക്ക്. മക്ക അങ്ങാടി. ഇതാരാണ് അങ്ങ് വിചാരിച്ച്? മക്ക കണ്ട ഏറ്റവും വലിയ പണക്കാരത്തിയാണ് ആര്? ഖദീജ. ഭക്ഷണമില്ല, ഒന്നുമില്ല. അപ്പോഴത്തേനും മുതലൊക്കെ കൊയ്ഞ്ഞിട്ടുണ്ട്, ഒക്കെ കൊടുത്തു, ഒക്കെ റസൂലുള്ളാഹി കൊടുത്തു. എല്ലാ റസൂലുള്ളാഹി എന്ത് ചെയ്യും? ഒരാൾ സാധുവായ മനുഷ്യനെ മുസ്ലിം ആയതിന്റെ പേരിൽ ദ്രോഹിക്കണമെങ്കിൽ ഖദീജ ബീവിന്റെ മുതൽ കൊടുക്കും, ആ മുതൽ കൊടുത്ത് മോചിപ്പിക്കും. സാധുക്കൾ എന്നിട്ട് അവരെ സ്വതന്ത്രരാക്കും, അടിമകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കും. മുത്തു മുഹമ്മദ് മുസ്തഫ എത്രയാളെ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഖദീജ പണം കൊടുക്കും. അവരൊക്കെ ഖദീജ. അതായത് ഒരു നാട് മുഴുവനും ചില ആളുകൾക്കെതിരാകുക, അവരെ പൂർണ്ണമായി കഷ്ടപ്പെടുത്തുക, അവരെ പൂർണ്ണമായി ഖദീജ താങ്ങുക. 10 ഉറുപ്പ്യ ഉള്ളത് ആരെ കയ്യില? അപ്പോൾ എത്ര വലിയ പണക്കാരാണെങ്കിലും അവരൊന്നും അല്ലാതാവില്ല. ഒരു ജനത മുഴുവനും ഒരു സമൂഹത്തെ ദ്രോഹിക്കുക, എന്നിട്ട് ഒരു പെണ്ണ് താങ്ങുക. അതാ ഖദീജ. ഒന്നുമില്ല. അവസാനം എന്തായി? അബീ താലിബിൽ തടങ്കലിലായി, അവിടേക്ക് പോകാൻ പാടില്ല, അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു. കഅബാലയത്തിൽ എഴുതി തൂക്കി. എന്ത്? ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, എഴുതി തൂക്കി, കെട്ടി തൂക്കി. എന്തിന്റെ ഉള്ളിൽ? പറയടോ, എന്തിന്റെ ഉള്ളിൽ? കഅബാലയത്തിന്റെ ഉള്ളിൽ എഴുതി കെട്ടി തൂക്കി. ചിന്തിക്ക്. ലോലമായ മനസ്സും ലോലമായ ശരീരവും ലോലമായ ചർമ്മവും ലോലമായ സൗന്ദര്യവുമുള്ള മക്കയിലെ സൗന്ദര്യവാണിയായ ഖദീജ റളിയല്ലാഹു അൻഹ, മക്കയിലെ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരുന്ന ഖദീജ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ദിവസേന ജാഹിലിയ കാലത്ത് പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ തേടി വന്നിരുന്ന വീടാണ് ആരുടേത്? ഖദീജ. ആ ഖദീജ പിന്നെ എന്ത് ചെയ്ത്? മരത്തിന്റെ ഇല ഒടിച്ചു നിന്ന് കഴിക്കാൻ നിർബന്ധിതയായി ഖദീജ. അപ്പോൾ അടിസ്ഥാന മുഹാജിറത്ത് കയ്യിലുള്ളതല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ, കയ്യിലുള്ളവർ പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു അസ്ല അൻസാരിയത്ത്. ഇനി നിങ്ങൾ കേട്ടോളൂ, ഇനി നിങ്ങൾ തിരിച്ച് മടങ്ങി. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ഈമാന്റെ അടയാളം അൻസാരികളെ സ്നേഹിക്കലാണ്, നിഫാഖിന്റെ അടിസ്ഥാനം അൻസാരികളോട് കോപിക്കലാണ്. എങ്കിൽ ഏറ്റവും സ്നേഹം വേണ്ടത് ആരോട്? ഖദീജ മുത്ത് റസൂൽ. ഹദീസ് കേട്ടോ, ഹദീസ് കേട്ടോ. ആയത്തുൽ ഈമാൻ മദീനക്കാരി അല്ലാത്ത അൻസാരി, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. ഈമാന്റെ അടയാളം അൻസാരികളെ സ്നേഹിക്കലാണ്, കപട വിശ്വാസത്തിന്റെ അടിസ്ഥാനം അൻസാരികളോട് കോപം വെക്കലാണ്. ആ അൻസാരിയത്തിന്റെ അതിന്റെ ബാക്കിയാണ് ആര്? ഈ അഹ്ലുൽ ബൈത്ത്. ഇവിടെ ഒരു കുടുംബം വേണ്ടതുണ്ട്. ആ കുടുംബത്തിന്റെ അസ്ലിന് വേറെ അസ്ലുണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് വഹി നേരിട്ട് കിട്ടി. പിന്നെ ഉമ്മത്തിൽ ആദ്യത്തെ ആളാര്? ഖദീജ. ഒരാൾക്ക് പറയാൻ പറ്റൂല എന്നാ ഈ അവിടെ നിൽക്കുക ഖദീജ, നമ്മളൊക്കെ ആയിട്ടല്ലേ ജായതെന്ന് പറയാൻ ആളുണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്ന ഖദീജ മറ്റൊരാളെ തബിയത്തോ, അപ്പോൾ പ്രഥമ അർഹത അവർക്കാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയെങ്കിലും ജിബ്രി മുത്തുപോയ തങ്ങളും ആയുധ തങ്ങളും തോൽക്കും. അങ്ങനെ തോൽക്കാൻ പാടില്ല. അവർ ജയിക്കുന്ന വേണം. എന്തുകൊണ്ട്? അവരെ അമ്മയാണ് ആദ്യത്തെ ആള്, അവരെ വാപ്പയാണ് അള്ളാഹ് കൊടുത്തത്, അവരമ്മയാണ് ആദ്യം സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി അതിന്റെ മേലെ അല്പത്തരം പറയാൻ പറ്റിയ അധികാരമല്ല. നിങ്ങളിത് പറയാം, നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറയാൻ ആര് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിന്റെ വാപ്പാക്ക് വലിയാപ്പാക്ക് അള്ളാഹ് കൊടുത്ത വഴിയാണ്, ഞങ്ങൾ അമ്മയാണ് ആദ്യത് ചെയ്തിന് ആരമല്ലോ പറയാം. ഇവിടെ ഒരു ഹിക്മത്ത് കിടക്കുന്നുണ്ട്. ആ ഹിക്മത്തിലാണ് ഹിക്മത്താണ് ഇവിടുത്തെ അടിസ്ഥാനം. അപ്പൊ ആയിരക്കണക്കായ പള്ളികളിലേക്ക് ഇവരെ കൊണ്ടേ കാളിയാക്കുന്നു. അങ്ങനെ അസിലുണ്ട്. ഇതുവരെ ബല്യാപ്പാക്ക് കിട്ടിയതാണ്, ഇതുവരെ ബല്യമ്മയാണ് ആദ്യം സ്വീകരിച്ചത്. അപ്പോൾ അബൻ ഉമ്മൻ ഇവരിലേക്കാണ് ഇതിന്റെ അർഹത എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അബൻ ഉമ്മൻ അസ്ലൻ ഇതിന്റെ അർഹത ആരാണ്? ഇവർക്കാണ്, അവർക്ക് തന്നെയാണ്. അവരെ തള്ളിയാലോ? അടിസ്ഥാനം തള്ളി. ഇവരെ തള്ളിയ അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന് വകുപ്പുണ്ടെങ്കിൽ എന്തിനാ ഞങ്ങൾ ഇതിന് ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നത്? ഈ പറഞ്ഞ അസിലിനെ പൊളിച്ചാൽ ഞാൻ എന്റെ പുരയിൽ ഖാദിമാകടോ. ഞാൻ ഈ പറഞ്ഞ അസിലിനെ പൊളിച്ചാൽ
ഈ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന ഏറ്റവും സർട്ടിഫിക്കറ്റ് ഉള്ള ആയത്താ ഖുർആനിലെ. അതിന്റെ അസിലാണ് പറയുന്നത്. ഇവിടെ 3 അസിലും അതിന്റെ ലാഭവും ഖദീജയിൽ ഒതുങ്ങും. എന്താ 3 അസില്? ഒന്ന് അസ്സബഖുൽ അവലിയ, വസ്സാബിഖൂനൽ അവ്വലൂന, സബഖുൽ അവലിയ. 2 മുഹാജിറത്ത്, 3 അൻസാരിയത്ത്. ഇനി അതിന്റെ ലാഭം റളിയല്ലാഹു അൻഹു, അള്ളാന്റെ പൊരുത്തം. വഹയും കൊണ്ട് വന്നല്ല സയ്യിദുനാ ജിബ്രീൽ. ഉറക്കെ പറ, എന്റെ ജിബ്രീൽ വന്നു. എന്തിനാ വന്നു ജിബ്രീൽ? അപ്പൊ ഒന്നുമല്ല, അല്ലാഹു സലാം പറയാൻ വേണ്ടി പറഞ്ഞയച്ചതാ. അള്ളാന്റെ പൊരുത്തവും ആർക്കുണ്ട്? ഖദീജക്കുണ്ട്. ആകാശത്തെ രാജകുമാരൻ സയ്യിദുനാ ജിബ്രീൽ അർശിന്റെ അധിപതിയായ റബ്ബ് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു ആദ്യം ഖദീജ ഖദീജ അങ്ങക്ക് അള്ളാന്റെ റിൾവാനുണ്ട് എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെയാണ് വസ്സാബിഖൂനന്റെ കൂട്ടരുണ്ടാവണോ. മനസ്സിലായോ പറഞ്ഞു? അപ്പൊ ആദ്യത്തെ പൊരുത്തപ്പെട ആർക്കാണ്? ഞങ്ങളെ പ്രസിഡന്റിന്റെ അമ്മാക്കാണ്, ഞങ്ങളെ വൈസ് പ്രസിഡന്റിന്റെ അമ്മാക്കാണ്, പാണക്കാട്ടെ കുട്ടികളെ അമ്മാക്കാണ്, അഹ്ലു ബൈത്തിന്റെ അമ്മാക്കാണ്. അവരെ വാപ്പാക്ക് കിട്ടി, അവരെ അമ്മാനെ അള്ളാഹ് പൊരുത്തപ്പെട്ടു, കഴിഞ്ഞ് അവരെന്നെയാണ്. ആ വീട്ടിൽ പഠിക്കുന്നത് ഞങ്ങൾ ആക്കിയാലും ഞങ്ങൾ അവിടെ നടക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ആരാ? അവരെ കർബലയിൽ കൊന്നു മരിച്ചു എന്ന് പറഞ്ഞവര് എങ്ങനെ പൊരുത്തപ്പെട്ടു? എടോ ന്യായങ്ങൾ ആർക്കാ പറയാൻ പറ്റാത്തത്? മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നൊരു കൂട്ടനുണ്ട്. അവർക്ക് ഖുർആൻ തന്നെ. അവര് മീർസ ഉണ്ട് എന്ന് പറയുന്ന ന്യായം നോക്കിയാ ഏതിലെ ന്യായം? എന്താണോ നോക്കിയിരിക്കുന്നത്? മനസ്സിലായില്ല. ഇവിടെ ഒരു കിതാബുണ്ടല്ലോ ഈ ഖുർആൻ. ഈ ഖുർആൻ നോക്കിയിട്ടാണ് ഖാദിയാനികൾ എന്ത് പറയുന്നത്? മീർസ ഗുലാം ആരാണ്? പറ കുട്ടി, നബിയാന്ന് പറയുന്നത് ഈ ഖുർആൻ നോക്കിയിട്ടോ? അവർക്കൊരു ന്യായാണ്. ഞാനൊരിക്കലും ഒരു ഖാദിയാനിയെ ഉപദേശിച്ചു. ഒരു വൈക്ക് രാത്രി വന്ന് ഒറ്റപ്പെട്ടപ്പോൾ കൈ കാണിച്ചു. അങ്ങനെ മോട്ടോർ സൈക്കിൾ കൊണ്ടു നിർത്തി. അവൻ എന്നെ മോട്ടോർ സൈക്കിൾ എത്തി. അങ്ങനെ മോട്ടോർ സൈക്കിൾ സംസാരിച്ചപ്പോ ഖാദിയാനിയ. അപ്പൊ ഞാൻ കുറഞ്ഞ ദൂരം യാത്ര 8-9 കിലോമീറ്റർ എനിക്ക് യാത്രയാണ്. ആ യാത്രക്കിടയിൽ ഞാൻ ഇവനോട് ഒരു ഉപദേശം നടത്തി. എന്ത് പറഞ്ഞാലും ഇവന്റെ കഴിയൂല. അവസാനം ഞാൻ പറഞ്ഞ, എടോ 150 കോടി മുസ്ലിമീങ്ങൾ പറയുന്നതൊക്കെ കളവും, നിങ്ങൾ കുറച്ച് ആളുകൾ പറയുന്ന നേരും അങ്ങനെ ഉണ്ടാവോ? എന്റെ സമുദായം വഴികേടിന്റെ മേലോ ഇത്തിഫാക്കാവൂലെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? അതെങ്കിലും ആലോചിച്ചുകൂടെ ചങ്ങാതിയെ എന്ന് പറയുമ്പോൾ പറയാണ്, ഇസ്ലാമിൽ ഇതിന് രാഷ്ട്രീയമല്ല, അത് കൂടിയ എൽഡിഎഫ് ആണ്. ഇസ്ലാമിൽ രാഷ്ട്രീയത്തിന് ഭൂരിപക്ഷത്തിന് വരികയില്ല. ഇനിയിപ്പോ എന്നോട് പറയാം. അപ്പൊ അവന്റെ ബാതിൽ അടച്ചുവെച്ചതാണ്. അവന് റസൂലുള്ളാഹിനേക്കാൾ ബഹുമാനാണ് ആരോടും? മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയോട്. അവന്റെ വാതിൽ അടച്ചു വെച്ചതാണ്. അവന്റെ ന്യായം എന്താ? പറകുട്ടി, അവന്റെ ന്യായം എന്താ? ഖുർആൻ. പിന്നെ എന്താ നഷ്ടപ്പെട്ടത്? അസില്. ഒരു അസില് നഷ്ടപ്പെട്ടത്. ഈ അസിൽ അവരെ കൂടെ ഇല്ല. മനസ്സിലായോ? പറഞ്ഞു, ഈ അസിലൊക്കെ നഷ്ടപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക് 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 ചിന്തിക്ക്. ഇവിടുത്തെ ബിദ്അത്തിന്റെ കക്ഷികള്, പാണക്കാട്ടെ കുടുംബം ഇവിടുത്തെ സുന്നത്തി ജമാഅത്തിന്റെ അസലിന്റെ തറവാട്ട് നേതാക്കന്മാരായി. ബാക്കിയുള്ള തങ്ങന്മാരൊക്കെ തങ്ങന്മാർ തന്നെയാട്ടോ. അവർക്കൊക്കെ ഒരു ദർജ തന്നെയാണ്. ഒരു കമ്മിയും ഒരു സയ്യിദിനും ഉണ്ടാവില്ല. ഒക്കെ മഹാന്മാരാണ്. പിന്നെ ചില ആളുകൾക്ക് അല്ലാഹു തആല ഒരു പ്രത്യേക കഴിവ് കൊടുക്കും. എന്തിന്? ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളെ ഒതുക്കി നിർത്താൻ, നേതൃത്വം കൊടുക്കാൻ അവർക്ക് ആ കഴിവും കൂടി ഉണ്ടാവും. അതാണ് പാണക്കാട്ടെ കുടുംബത്തിന്റെ പ്രത്യേകത. അതേപോലത്തെ ഒരു കുടുംബമാണ് എന്ത് ഇപ്പുറത്തെ എന്ത് ബാഫക്കി കുടുംബം. അങ്ങനെ സങ്കല്പിക്കുക. അല്ലെങ്കിൽ വളപട്ടത്തെ തങ്ങന്മാര്. ഏകദേശം കബീലകളെല്ലാം വളപട്ടണം മുതലാ വരുന്നത്. ഒരു അസിൽ തറവാടാണ് എവിടെ കിടക്കുന്നത്? വളപട്ടണം. അപ്പൊ ഇവിടുത്തെ ബിദ്അത്തിന്റെ കക്ഷികളെല്ലാം കൂടി എന്ത് ചെയ്ത് പിന്നെ നൂറ്റാണ്ടുകളായി ഒരു വളപട്ടണത്തെ കബീലയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് അവരൊരു ബിദ്അത്തിന്റെ കക്ഷിത്വത്തെ സ്ഥാപിച്ചു. തങ്ങള് ഇവരാണ് ഞങ്ങളെ തറവാട്ടുകാര്, അവരാണ് ഞങ്ങളെ നേതാക്കന്മാര്. അത് ഇങ്ങനെ എഴുതി വെച്ച പ്രമാണം അനുസരിച്ചാണ് ഞങ്ങൾ ഈ പോരുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു അസിലുണ്ടായിരുന്നു. നേരെ മറിച്ച് നിങ്ങൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് തങ്ങന്മാരെന്നൊരു കൂട്ടരെന്നപ്പോ ഇല്ല, അത് കർബലയിൽ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ആർസി ഓണർക്ക് ഇപ്പൊ ഒരു ബന്ധമില്ല. മുത്തുനബിന്റെ ശരീരത്തിൽ ബന്ധമില്ല, ഉമ്മാന്റെ ശരീരത്തിൽ ബന്ധമില്ല. കാരണം ഉമ്മി ബാപ്പി എവിടെ അവസാനിച്ചു? കർബലയിൽ അവസാനിച്ചു. ചിന്തിക്കുക. അത് നിങ്ങൾ നിഷ്പക്ഷമായി ആലോചിക്കും കുട്ടി. നിങ്ങൾ ഇതല്ല ആലോചിക്കണ്ടേ? ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന റബ്ബ്, ഈ റബ്ബിനെ അവനല്ലേ ഇതിന്റെ അടിസ്ഥാനം, നമ്മളാണ്. അള്ളാഹ് വിചാരിക്കാൻ കഴിയില്ല.
അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സബഖുഹാ ഇലൽ ഇസ്ലാം അവലിയതുഹാ ബിൽ ഇസ്ലാം ഫസാറത് മുഹാജിറതൻ ലിറസൂലില്ലാഹി ബിനഫ്സിഹാ വമാലിഹാ വബദലത് നഫ്സഹാ വമാലഹാ ലിറസൂലില്ലാഹ് ഫസാറത് അവ്വൽ അൻസാർ വഅവ്വൽ മുഹാജിരീൻ. എന്തുകൊണ്ട് അപ്പോൾ എല്ലാത്തിന്റെയും അവലിയത്ത് ആരിൽ വന്നു? ഖദീജയിൽ വന്നു റളിയല്ലാഹു അൻഹാ. അവർക്ക് അല്ലാഹു തആല ഒരു മോളെ കൊടുത്തു, ഫാത്തിമ. അതിലൂടെ മുത്തുനബിയുടെ പാരമ്പര്യം വന്നു. ഇനി ആ ഫാത്തിമയുടെ ഭർത്താവോ ഖദീജയുടെ മടിത്തട്ടിൽ വളർത്തിയതാണ്. അതിനൊരാൾക്ക് അവകാശം പറയാനില്ല. പ്രസവിച്ചത് ഫാത്തിമ ബിൻത് അസദാണെങ്കിലും വളർത്തിയത് ഖദീജയാണ്. ചോറ് കൊടുത്ത് പോറ്റിയത് ആരാ? അഹ്ലു ബൈത്തിന്റെ ബാപ്പയാണ്. ആര്? എന്താണ് നോക്കി ഇതിവിടെ കള്ള ചെയ്ത പണി എന്താ ആലോചിക്കാത്തത്? എന്തേ ജാഫറിനെ റസൂലുള്ളാഹിക്കും അലിയാരെ അബ്ബാസിന് എടുത്തുണ്ടായിരുന്നു? എടുക്കൂല. ഇതിന്റെ നിയന്ത്രണം ആരെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്നിട്ട് അലിയാരെ വഴി പരമ്പര വരിക. അപ്പോൾ അർഹത ആർക്കായി? അബ്ബാസിനും അബ്ബാസിന്റെ ഭാര്യ ഉമ്മു ഫദ്ലിനും റളിയല്ലാഹു അൻഹുമാ. മനസ്സിലായില്ല? അഹ്ലു ബൈത്തിന്റെ പരമ്പര ആരിലൂടെ വരിക? അലി റളിയല്ലാഹു അൻഹു വരിക. അലി റളിയല്ലാഹു അൻഹു ആര് പോറ്റുക? അബ്ബാസ് റളിയല്ലാഹു അൻഹു പോറ്റുക. മനസ്സിലായില്ല? ക്ഷാമകാലത്ത് അബൂ താലിബിന്റെ 2 കുട്ടികളെ ഏറ്റെടുക്കാണ്. ക്ഷാമകാലത്ത് മനസ്സിലായല്ലോ? ഒരാള് അബ്ബാസ് തങ്ങൾ ഏറ്റെടുത്തു, ഒരാള് റസൂൽ ഏറ്റെടുത്തു. റസൂൽ അന്ന് നബി അല്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതിന് ആരെ എടുക്കണ്ടെന്ന് ചോദിച്ചു. അലി ഇങ്ങോട്ടും പോന്നോട്ടെ മുത്തനബി പറഞ്ഞു. എന്നാ ജാഫറിനെ ഞാൻ കൊണ്ടുപോകാൻ അബ്ബാസ് പറഞ്ഞു. തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലോ? തിരിച്ചാണ് പറഞ്ഞിരുന്നെങ്കിലോ? എന്നാ ജാഫറിന്റെ അവിടെ പോന്നോട്ടെ ആര്? എന്നാ ജാഫറിനോ? ജാഫറിനെ ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹി. ജാഫർ തിരിച്ചു വരുന്ന നേരത്തെ ആയിഷ ബീവി പറയുന്നുണ്ട്, എന്താണ് റസൂലുള്ളാഹിന്റെ മുഖത്ത് ചന്ദ്രക്കല ഉദിച്ചോ? അബസീനയിലേക്ക് ഹിജ്റ പോയിട്ട് മദീനയിലേക്ക് മടങ്ങാണ് ആര്? ജാഫർ റളിയല്ലാഹു അൻഹു. ജാഫർ മദീനയിൽ വന്നപ്പോൾ നോക്ക്, ജാഫർ മദീനയിൽ വന്ന വാർത്ത അറിഞ്ഞപ്പോൾ തഹല്ലല വജ്ഹു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുഖത്ത് ചന്ദ്രക്കല ഉദിച്ചതുപോലെ ഉണ്ടായിരുന്നു. എന്താ റസൂലുള്ളാഹിക്ക് പറ്റിയത്? എന്തോ ഒരു സന്തോഷാണ്, ചിരിമായണില്ല. എന്തേ ഖൈബർ, എന്തേ നബിക്ക് ഇത്ര ചന്ദ്രക്കല ഉദിച്ചതുപോലെ ആയത്? ജാഫർ വന്നതുകൊണ്ടാവുമല്ലേ? ആര് പറയാ? ആയിഷ ബീവി. ഇത്ര ഇഷ്ടാണ് ആർക്ക്? അല്ല റസൂലുള്ളാഹിക്ക്. ആര്? ജാഫർ. എന്താ ജാഫറിനെ ഏറ്റെടുത്തു? ജാഫറിനെ ഏറ്റെടുത്താൽ ആ കുടുംബം, ജാഫറിനെ ആരെ ഏറ്റെടുത്തു? നബി ഏറ്റെടുത്തു. അലിയാരെ ആരും ഏറ്റെടുത്തു? പാറക്കുട്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്താൽ, ഏറ്റെടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഈ അലിയാരുടെ മുതുകിൽ നിന്നാണ് ഖിയാമത്ത് നാൾ വരെ ആ ദീനിവിടെ നിലനിൽക്കേണ്ടത്. അപ്പോൾ ഭാഗികമായിട്ടെങ്കിലും അത് ഉമ്മു ഫദ്ലിന് അവകാശപ്പെടും. മനസ്സിലായില്ല? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭാര്യയാണ് ആര്? എന്താണ് നോക്കുന്നത്? ഉമ്മു ഫദ്ല്. ഉമ്മുൽ ഫദ്ലിന് അവകാശപ്പെടും പൗതിയെങ്കിലും അർഹത. ഇവിടെ 2 അർഹത ആരാണ്? ഖദീജ ബീവിക്ക്. മനസ്സിലായില്ല? ഫാത്തിമയെ ഖദീജ ബീവി പ്രസവിച്ചു വളർത്തി, അലിയാരെ മടിത്തട്ടിൽ വളർത്തി. ചെറിയ കുഞ്ഞു മോനായ അലിയാരെ മടിത്തട്ടിൽ വളർത്തിയ ആര്? ഖദീജ ബീവി. ഈ 2ിലൂടെയും ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിൽക്കും. ഇത് 2നും ഉമ്മ തന്നെ ഖദീജ. അപ്പൊ ഒരാൾക്ക് അർഹത പോലും ഇല്ല. അവരിലൂടെ അവിടെ നീ നിലനിൽക്കുക. ഒരാൾ ചെറുതാക്കി അവൻ സ്വയം ചെറുതാവും. ഒരാളെ അവരെ കൂട്ടത്തെ കൂട്ടിയാൽ നമ്മൾ സ്വയം വലുതാവും. അവരെ ഒഴിവാക്കിയാൽ നമ്മൾ സ്വയം ചെറുതാവും. അവരെ തള്ളി പറഞ്ഞാൽ സൂഫിയാവില്ല. ഇവിടുത്തെ ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷി, എല്ലാ കക്ഷിയും അഹ്ലു ബൈത്തിന്റെ അസ്ലിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംഘടന അവർക്കൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഇവിടെ ത്വരീഖത്തുകളുണ്ട്, ഖാദിരിയത്ത്, റിഫായത്ത്. ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽപ്പെട്ട ഒരാൾ അഹ്ലു ബൈത്തിനെ തള്ളി പറഞ്ഞാൽ അന്ന് ഓർത്താക്കും. പുറത്താക്കല്ല, പുറത്തായിരിക്കും. മദ്ഹബിന് 4 വഴിയുണ്ട്. ഈ 4 വഴിയിൽ ശാഫിഇയ്യത്ത്, ഹനഫിയത്ത്, ഹംബലിയത്ത്, മാലിക്കി, ഈ 4 മദ്ഹബിൽപ്പെട്ട ഒരാൾ അഹ്ലു ബൈത്തിനെ തള്ളി പറഞ്ഞാൽ, അങ്ങനെ കൂട്ടരില്ല എന്ന് പറഞ്ഞാൽ അന്നവൻ നിസ്കാരം നോമ്പ് എത്ര ലെവലായാണെങ്കിൽ പുറത്താക്കോല, പുറത്താക്കല്ല, പുറത്താവും. നേരെ മറിച്ച് നിങ്ങൾ നേതാക്കന്മാർ തുടങ്ങിയ തന്നെ അഹ്ലു ബൈത്തിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. എന്തിനാണ് ജനങ്ങളെ ഈ ബുദ്ധി പണയം വെച്ചിട്ട് പാർക്കണതിലൊക്കെ? നിങ്ങൾക്കൊന്ന് നിഷ്പക്ഷമായി ആലോചിച്ചു. ഞാൻ ആർക്കും പറയാം. ഇങ്ങനെ പോയാൽ അവിടെ കിട്ടുന്നുണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഓഫീസ്.
ആരുടേത്? ചേകനൂരിൻ്റെത്. പ്രമാണം എന്താ? ഖുർആൻ. നിസ്കാരം എത്ര? 3 വക്ത്. അപ്പോൾ കേവലം പ്രമാണങ്ങളുടെ ദുർന്യായങ്ങൾ ആർക്കും പറയാൻ കഴിയും. പക്ഷേ അസ്ലൊരു സ്ഥലത്തുണ്ടാവും. ഖദീജ എന്ന് പറഞ്ഞ ഒരു പ്രതീകാണ്. ഖദീജ ഒരാളെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇസ്ലാം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ ഖദീജ ഉണ്ട്. എന്തുകൊണ്ട്? നമ്മളെ വീട്ടിൽ ഖദീജ റളിയല്ലാഹുവിന്റെ മക്കളെ മാർഗം നമ്മൾ മാർഗം. അങ്ങനെ തന്നെയല്ലേ? പറയും. നമ്മളെ വീട്ടിൽ സദാസമയം ആരുണ്ട്? ഖദീജ ഉണ്ട് റളിയല്ലാഹു അൻഹാ. ഉറക്കെ പറ അൽഹംദുലില്ലാ എന്ന് പറയണോ? അൽഹംദുലില്ലാ. നമ്മളെ പള്ളിയിൽ ഖദീജ ബീവി ഉണ്ട്. കാരണം നമ്മളെ പള്ളിയുടെ ആധാരം അത് അവരെ മാർഗത്തിലാണ്. കേവലം കല്ലുമണ്ണായാൽ പോരാ, നമ്മൾ ഒരു അസിലും സ്ഥാപിക്കപ്പെട്ടതാണ്. നമ്മളെ പള്ളിയിൽ ഖദീജ ബീവി ഉണ്ട്. മറ്റൊരു പള്ളിയിൽ ഖദീജ ബീവി ഇല്ല.